ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ വർക്ക്. സിലിണ്ടറിൻ്റെയൊക്കെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിലിണ്ടർ ഹെഡൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. സിലിണ്ടറൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് അതിനുശേഷം ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ്ങും അതിൻ്റെ കോൺസെപ്റ്റും അതേപോലെ വീലിൻ്റെ ബെയറിങ്, ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഫോർക്കൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഒരു ഫോർക്ക് പൈപ്പിൻ്റെ പ്ലേറ്റിങ്ങിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ റെഡ് മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം ചെറിയൊരു സ്ക്രാച്ചസ് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ആ ഭാഗത്തൊരു നനവ് പോലെ കാണിച്ചേർന്ന പൈപ്പാണത്. അപ്പോൾ ഈ ഫോർക്കിൻ്റെ ഈ പൈപ്പ് നമ്മൾ കൈയോടെ മാറ്റിയിടാം. ഈ രണ്ടാമത്തെ ഈ സൈഡിലെ പൈപ്പ് വേറെ പ്രശ്നം കാണിക്കണില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്ലീൻ ചെയ്ത് ഓയിൽ സീൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് ആയിക്കോളത്. പക്ഷേ മറ്റേതിൻ്റെ അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് നോക്കുമ്പോൾ അറിയാം, നമ്മളിങ്ങനെ കൈ വിരൽ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഓയിൽ സീൽ അവിടെ കവറാവില്ല. അപ്പോൾ ആ ഫോർക്ക് പൈപ്പ് മാറ്റാം, ഓയിൽ സീലുകളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് നമ്മൾ ചൂസ് ചെയ്യണത് ഹീറോൻ്റെ ഉണ്ടോ, കാരണം അതിനകത്ത് നമുക്ക് ഈ ഹോണ്ടയിൽ വരുമ്പോൾ ഇതേപോലെ ബോൾ ഇങ്ങനെ അടുക്കി വരാം. ഇതിനാകുമ്പോൾ ഒരു ബോളിൻ്റെ ഒരു സെപ്പറേറ്ററും കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. തന്നെയല്ല നമുക്ക് വാട്ടർ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗ്രീസൊക്കെ ഇതിനകത്ത് ബിൽഡായിട്ട് വരുന്നുണ്ട്. റേറ്റും ഏകദേശം 410 രൂപ, മറ്റേതിനേക്കാൾ ഒരു 10-40 രൂപ കുറവുള്ളൂ. അപ്പോൾ റേറ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ, പക്ഷേ ക്വാളിറ്റിയൊക്കെ സെയിം തന്നെ, സെയിം പാർട്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ബോൾ സെപ്പറേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടും. പിന്നെ ഈ വാട്ടർ റെസിസ്റ്റൻസ് ഗ്രീസ് ആയതുകൊണ്ട് തന്നെ ഗ്രീസും നമുക്ക് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ചൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ ആയാലും റേറ്റിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. ഹീറോൻ്റെയാണ് ഉപയോഗിച്ചാണ്, റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ക്ലിയറാണ് സംഭവം. വീലിൻ്റെ ബെയറിങ് നമ്മൾ ഫുൾ സെറ്റ് ഹോണ്ടയുടെ തന്നെ യൂസ് ചെയ്യുന്നത് 208 രൂപ. അപ്പോൾ ഇതാണ് നമുക്ക് മെച്ചം. അപ്പോൾ വർക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോർക്കിൻ്റെ പൈപ്പ് ഒരെണ്ണം വരുമ്പോഴത്തേക്കും ഒരെണ്ണം നമ്മൾ മാറ്റണേ. അതിന് 1122 രൂപ നമുക്ക് അതിൻ്റെ ഫോർക്ക് പൈപ്പിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ അതും കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി പെയിൻറ്റിങ്ങിലേക്ക് വിടാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് വണ്ടി ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലും. ഒന്ന് കഴുകാനൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്തതിന് ശേഷം ഒരു 2 മണി 3 മണിക്കുള്ളിൽ തന്നെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കോളും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഫ്രണ്ടും കൂടി അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കിൻ്റെ കേസ് നടക്കണമുണ്ട്. ഓക്കെ.